ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 7-ലെ സെക്കൻഡ് ചാപ്റ്ററായ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സൈസ് 2.1-ലെ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. വിച്ച് ഓഫ് ദ ഡ്രോയിങ് A to D ഷോസ് 2 into 1/5, 2 into 1/2, 3 into 2/3, 3 into 1/4. അതായത് ഇവിടെ കുറച്ച് പിക്ചറുകൾ തന്നിട്ടുണ്ട്. ആ പിക്ചറുകൾ ജസ്റ്റ് ഒന്ന് മാച്ച് ദ ഫോളോയിങ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ചോദ്യം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ നോക്കിയേ, 2 into 1/5 എന്നാണ്. അഥവാ 5 പാർട്ടാക്കി ഒരു ചിത്രത്തിന് 5 ഭാഗങ്ങളാക്കിയിട്ട് അതിൽ ഒരു ഭാഗം 1/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ 5-ൽ 1 എന്ന് പറയും. 5-ൽ 1. നമ്മൾ ഈ മാർക്ക്, നമ്മളുടെ എക്സാമിൻ്റെ മാർക്കൊക്കെ എങ്ങനെയാണല്ലോ, 80-ൽ ഇത്രയാണ്. നമ്മളിപ്പോൾ 80-ൻ്റെ എക്സാം എഴുതുമ്പോൾ അതിലിപ്പോൾ നമുക്ക് ഒരു 70 കിട്ടിയെന്നുണ്ടെങ്കിൽ 70 ന്യൂമറേറ്ററും 80 ഡിനോമിനേറ്ററുമാണ് എഴുതുക. അപ്പോൾ 80-ൽ 70 എന്നാണ് നമ്മൾ പറയാറ്. അതേപോലെ തന്നെ 5-ൽ 1, 1/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിത്രത്തിന് നമ്മൾ 5 ഭാഗമാക്കിയിട്ട് തിരിച്ചിട്ട് അതിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തു. ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ 2 ചിത്രങ്ങൾ. അപ്പോൾ ഇതിൽ 2 ചിത്രങ്ങൾ വരുന്നത് ഒന്ന് ബിയും ഒന്ന് ഡിയും മാത്രമേ ഉള്ളൂ. 2 ചിത്രങ്ങൾ വരുന്നത്. മറ്റേ 2-ലും 3 ചിത്രങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ ബിയോ അല്ലെങ്കിൽ ഡിയോ ആണ് ഇതിന് മാച്ച് ആയിട്ടുള്ളത്. പക്ഷെ ബിയിൽ നോക്കിയേ, ഒരു ചിത്രത്തിന് 2 പാർട്ടി ആക്കിയിട്ടുള്ളൂ. ഡിയിലാണെന്നുണ്ടെങ്കിലോ 1, 2, 3, 4, 5. കണ്ടോ, ഒരു ചിത്രത്തിന് 5 ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 ചിത്രങ്ങൾ 1, 2, 3, 4, 5 കണ്ടോ, 5 പാർട്ടാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊരു ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 ചിത്രങ്ങൾ. അപ്പോൾ ഒന്നാമത്തേന് കറക്റ്റ് മാച്ചിങ് ആയിട്ട് വരുന്നത് ഏതാണ്? ഡി ആണ്. ഇനി രണ്ടാമത്തത് അപ്പോൾ ബി ആണ്. 2 2 ചിത്രങ്ങളാണല്ലോ. 2 പാർട്ടാക്കിയിട്ട് അതിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തുകൊണ്ടോ 1, 2, 1, 2. 2 പാർട്ടാക്കിയിട്ട് അതിലൊരു ഭാഗം ഷെയ്ഡ് ചെയ്തു. അങ്ങനെ 2 ചിത്രങ്ങൾ. ആൻഡ് ദാറ്റ് ഈസ് 2 ഈക്വൽ ടു ആര് വരും? ബി വരും. ഇനി 3 വരുന്നത് 3 ഭാഗമാക്കി 3 പാർട്ട് അതിൽ 2 പാർട്ട് ഷെയ്ഡ് ചെയ്തു. അതേതാ നോക്കിയേ, 1, 2, 3 കണ്ടോ, 3 പാർട്ട് അതിൽ 2 പാർട്ട് ഷെയ്ഡ് ചെയ്തു. അങ്ങനെ എത്ര ചിത്രം? 3 എണ്ണം. 3 എണ്ണം അല്ലേ നോക്കിയതാ. ഇതും അതേപോലെ തന്നെ 1, 2, 3, 1, 2, 3. 3 ചിത്രം അല്ലേ. 3 പാർട്ടാക്കിയിട്ട് അതിൽ 2 എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുള്ള 3 ചിത്രങ്ങൾ. സോ മൂന്നാമത്തത് എക്ക് മാച്ചിങ് ആയിട്ട് വരും. ദെൻ ഓട്ടോമാറ്റിക്കലി നാലാമത്തത് സിക്ക് മാച്ചിങ് ആയിട്ട് വരുക. 4 പാർട്ടാക്കിയിട്ട് അതിൽ ഒരെണ്ണം 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 4 പാർട്ടാക്കിയിട്ട് അതിൽ ഒരു പാർട്ട് ഷെയ്ഡ് ചെയ്തു. അങ്ങനെ 3 ചിത്രങ്ങൾ. സോ 4th 1 സിക്ക് മാച്ചിങ് ആയിരിക്കും. ഓക്കെ.